ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ നിങ്ങൾ തമ്പനിയിൽ കണ്ട പോലെ തന്നെ അപ്പോൾ നമ്മൾ ഈ മാസത്തെ ഒരു ഗിവ് അവേ വിന്നറാണ് സെലക്ട് ചെയ്യുന്നത് കേട്ടോ. അതെങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നതും കമൻറ്റ് ചെയ്യുക എങ്ങനെയാണ് ഞാൻ തന്നെ കണ്ടുപിടിക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയലുണ്ട്, വീഡിയോ കാണുന്നവർ കമൻറ്റ് ഇടണം. നമ്മൾ 100 കമൻറ്റ്, അതായത് എൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്ന അല്ലെങ്കിലും കമൻറ്റ് കണ്ടാലും ഞാനിപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് 600-ൽ കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടാകും. അതിപ്പം നമ്മൾ കേക്കിൻ്റെ ഒക്കെ ഐറ്റംസ് ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും നമ്മളൊരു 500, എനിക്ക് തോന്നുന്നു 500 വീഡിയോസൊക്കെ എന്തായാലും നമ്മൾ ഇത് റിലേറ്റഡ് ആയിട്ടുള്ളത്, ഹെയർ ആക്സസറീസ് റിലേറ്റഡ് ആയിട്ടുള്ളത് ഇട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അത് കാണിച്ചു തരികയാണ്. അതെങ്ങനെയാണ് ഗിവ് വിന്നറെ സെലക്ട് ചെയ്യുന്നത് കാണിച്ചു തരാം. അപ്പം എല്ലാവരോടും ഞാൻ വീണ്ടും പറയുന്നു, കമൻറ്റ്സ് ഇട്ടാൽ നമ്മൾ 2 മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരു മാസത്തിലൊരിക്കലായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇത് കഴിഞ്ഞ മാസം ഞാൻ എടുക്കാത്തതുകൊണ്ട്, കഴിഞ്ഞ മാസം എനിക്ക് തോന്നുന്നു ഞാൻ നവംബർ ലാസ്റ്റ് ആയിട്ടാണ്, നവംബർ ലാസ്റ്റ് അല്ലെങ്കിൽ ഡിസംബർ ഫസ്റ്റ് ആയിട്ടാണ് നമ്മൾ ഗിവ് അവേ വിന്നർ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ സെലക്ട് ആക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ വൈറ്റ് സ്റ്റുഡിയോയിൽ എൻ്റെ നമുക്ക് യൂട്യൂബ് ചാനലുള്ളവർക്കറിയാം വൈറ്റ് സ്റ്റുഡിയോ എന്തിനാണെന്നുള്ളത്. അപ്പോൾ അതിലുണ്ടാവും, ഇതാണ് ഇവിടെ ഡാഷ്ബോർഡ്, കണ്ടൻറ്റ് അനലിറ്റിക്സ്, കമ്മ്യൂണിറ്റി ആണ്. എന്നിട്ട് നമ്മൾ ഡോളർ നോക്കുന്നതാണ്. കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് അവിടെ സെലക്ട് ചെയ്യാൽ നിങ്ങൾ കമൻറ്റ് ഇട്ടിട്ടുള്ളതാണെങ്കിൽ ഇതിൽ കാണാൻ പറ്റും. ഇതാണ് കമൻറ്റ്. ഇതിൽ 3 കമൻറ്റ് നമുക്ക് കാണിച്ചിട്ടുള്ളൂ. ബാക്കി നമ്മൾ വീണ്ടും ഇതുപോലെ ഹാർട്ട് ഇട്ട് കൊടുത്താൽ ഹാർട്ട് പോവും. പിന്നെ നമ്മൾ വീണ്ടും കമ്മ്യൂണിറ്റി ടെക്സ്റ്റ് നിൽക്കിയാൽ വീണ്ടും വരും. ഏതൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ കാണിച്ചു തരാം. ഇപ്പോൾ ഇതാണ് അവസാനത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാ ഇവിടെ കമ്മ്യൂണിറ്റി സ്പോട്ട് ലൈറ്റ്, അതായത് വീക്കിലി ഹൈലൈറ്റ്സ് ഓഫ് യുവർ മോസ്റ്റ് എൻഗേജ്ഡ് ഓഡിയൻസ് മെമ്പേഴ്സ് ഇൻക്ലൂഡിങ് യുവർ ടോപ്പ് കമൻറ്റേഴ്സ്, അതായത് കൂടുതൽ കമൻറ്റേഴ്സ് ഇട്ടതും നല്ല കമൻറ്റേഴ്സ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ നജീം സബ, ഈ ആളിപ്പോൾ എൻ്റെ ഇപ്പോൾ കുറേ ആയിട്ട് ഞാൻ കമൻറ്റ് ഇടുന്ന കണ്ടിട്ടില്ല. ആളിപ്പോൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പറയണേ. അവർ 84 കമൻറ്റ് ഇട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആദ്യം സ്റ്റാർട്ടിങ്ങിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അന്നൊക്കെ നമ്മൾ ഗിവ് അവേ വെച്ചാൽ വിന്നേഴ്സ് നമ്മൾ കമൻറ്റ് ഇട്ടാലും നമ്മൾ സെലക്ട് ആക്കുന്നത് നറുക്കെടുപ്പിലായിരുന്നു. അത് ചിലപ്പോൾ 300 സംതിങ് 100 സംതിങ് ഒക്കെ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് തന്നെ കണ്ടാറ്. പിന്നെയാണ് നമ്മൾ എന്താക്കിയത്, ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം മുതലാണ് നമ്മൾ കമൻസിൽ ഇങ്ങനെ കൊടുക്കൽ തുടങ്ങിയത്, അതായത് ഇങ്ങനെ എടുക്കാമെന്നുള്ളത്. കാരണം ഇവിടെ കണ്ട RSB ടിപ്സ് പറഞ്ഞ യൂട്യൂബ് ചാനലാന്ന് തോന്നുന്നു കേട്ടോ. അവർ 3 കമൻറ്റ്സ് ഇട്ടിട്ടുണ്ട്. അങ്ങനെ നിൽക്കിയാൽ അവരെന്തൊക്കെ കമൻറ്റ് ഇട്ടതെന്ന് കാണാൻ കഴിയും നമുക്ക്. എന്താണ് ഏത് വീഡിയോക്ക് വേണ്ടിയിട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അങ്ങനെ RSB ടിപ്സ്, അതായത് നൗഫൽ NP. ഓക്കെ, ഇതാണ് ആഷിം PM ആണ് ഇപ്രാവശ്യം നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ആഷിം PM 100+ കാണുന്നുണ്ട്. പിന്നെ പാത്തു ഷെസ്സ അത് +1 കാണിച്ചിട്ടുള്ളൂ. പിന്നെ നൗഫൽ NP, അത് ഞാൻ വിചാരിക്കുന്ന ആളാണെന്ന് എനിക്ക് തോന്നുന്നു. അവർ 82 എത്തിയിട്ടുണ്ട്. പിന്നെ 84. ഇപ്പോൾ ഇനി ഇവരൊക്കെ സ്കോർ ചെയ്യണം. അതായത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇവർക്കും കിട്ടാതിരിക്കില്ല. കാരണം ഇപ്പോൾ ഈ ആയിഷ PM എന്ന് പറയുന്ന ആൾ എൻ്റെ വീഡിയോസിന് 100 കമൻസിൽ കൂടുതൽ ഇട്ടിട്ടുണ്ട്. ഉണ്ടല്ലോ, ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. 100 കമൻസിൽ കൂടുതൽ ഇട്ടിട്ട് തന്നിട്ടുണ്ട്. അവസാനത്തിലാണ് നല്ല ടൂറ് ഒക്കെ പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ആയിഷ PM, ഇതാണ് 4 സബ്സ്ക്രൈബേഴ്സ് 2 വ്യൂസ്. ഈ ആളാണത്. മോളെ പിക്ചേഴ്സ് ആർക്കും വെച്ചിട്ടുണ്ടാവുകയാണെങ്കിൽ എന്താണെങ്കിലും ആളെ ഇനി വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് എനിക്ക് പേഴ്സണലായിട്ട് വാട്സപ്പ് മെസ്സേജ് അയയ്ക്കുക. അതുപോലെ ഇപ്രാവശ്യം നമ്മൾ ഒരു ആളാണ് ഇപ്രാവശ്യം നമുക്ക് 100+ വന്നിട്ടുള്ളത്. അതിൽ കൂടുതലുണ്ട്. ചിലപ്പോൾ സാധാരണ 2-3 വരാറുണ്ട്. ഞാൻ എപ്പോഴും നോക്കാറില്ല, ചിലപ്പോഴൊക്കെ നോക്കാറുള്ളൂ. അപ്പോൾ ചിലപ്പോൾ വീഡിയോസ് നമുക്ക് എടുക്കാൻ പറ്റുന്ന സാഹചര്യം ആയിരിക്കില്ല. അപ്പോൾ നാളെ ആവട്ടെ എന്ന് കരുതും. ചിലപ്പോൾ നാളെ ആകുമ്പോഴത്തേന് വീണ്ടും മാറിയിട്ടുണ്ടാകും. അപ്പോൾ അതായത് ഒരാഴ്ച കഴിഞ്ഞാൽ ഇത് മാറും. അതായത് ഓരോ വീക്കിനനുസരിച്ച്. ഇതിപ്പോൾ ജനുവരി 1st വീക്കത്താണ് ഇത് കാണിക്കുന്നത് കേട്ടോ. ജനുവരി 1st വീക്കത്താണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആളുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, കമൻറ്റ്സ് ഇടാൻ നോക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. ടേക്ക് കെയർ, ബൈ.